ഒരു ഉപ്പിട്ട് നാരങ്ങളുള്ളടി. സാറ് പൈസ ഒന്നുമില്ല. 7 രൂപയുടെ ഇവിടെ എന്തിവിടെ നിൽക്കണേ? വെറുതെ പോ സ്ഥലം വിട്. എന്തോടെ മോനെ പാവങ്ങളെയൊക്കെ പിടിച്ച് വരട്ടണത്? ആ പോയവനെ മാത്രമല്ല, നിന്നെ വിരട്ടാനുള്ള അധികാരവും സർക്കാരിന് തോന്നിയിട്ടുണ്ട്. വിരട്ടൽ മാത്രമല്ല, വേണ്ടി വന്നാൽ പിടിച്ച് അകത്തു വിടും. ഒന്ന് പോ മോന. ചുമ്മാ നിൽക്കുന്നവരെ പിടിച്ചകത്തിടാൻ ഇത് നിരോധന മേഖലയൊന്നും അല്ലല്ലോ. അതുമാത്രമല്ല, നീ ഒരു സാധാ പോലീസുകാരെ, നീ വിചാരിച്ച എന്തുണ്ടാക്കാനാ? നീ ഇപ്പൊ പൊയ്ക്കോ. ഒരു ദിവസം തന്നെ എന്റെ കൈ കിട്ടും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്തോ ജോമാനെ ഇത്? വീട്ടിലെ ഫാമിലി ശരിയാക്കാൻ നീ എത്ര ദിവസം കൂടി പറയുന്നു? സാറേ, നാളെ ഞാൻ ഉറപ്പായിട്ടും വരാം. നാളെ വന്നില്ലെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് വരണ്ട. ഞാൻ വേറെ ഇലക്ട്രീഷ്യൻ വാങ്ങിക്കോളാം. മോഹന, ഇന്ന് ഡ്യൂട്ടി ഇല്ലേ? ഞാനിപ്പോ ഡ്യൂട്ടിയിലായിരുന്നെങ്കിൽ നീയൊക്കെ വന്നിരുന്ന് ഇവിടുന്ന് കളിക്കില്ലായിരുന്നു. അതെന്തൊരു വർത്തമാനം മോഹന. പോലീസിൽ കയറുന്നതിന് മുമ്പ് നീ ഇതുവരെ വന്നിരുന്ന ഒരുപാട് ചീട്ട് കളിച്ചിട്ടതല്ലേ? പോലീസ് കയറിയ പിന്നല്ല മോഹനം, പെണ്ണ് കെട്ടിയ പിന്നെ പറയലാളണ. മോഹന എവിടെ പോണം, എന്ത് ചെയ്യണമെന്നൊക്കെ പെണ്ണും പിള്ള തീരുമാനിക്കും, മോഹന അനുസരിക്കും. അല്ലേ മോഹന? പോലീസ് ആയാലും പട്ടാളായാലും പെണ്ണ് കെട്ടിയാൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ. എന്നാ പറഞ്ഞോ, വീട്ടിലിങ്ങനെ പറഞ്ഞാലുണ്ടല്ല. ഷർട്ടിൽ നിന്ന് കയറാ. വേണ്ട വാഹന, വേണ്ട വാഹന, വിടുവാഹന. എന്തായി കാണിക്കണം കൊച്ചു പിള്ളേരെ പോലെ? വണ്ടിയെടു. എന്തിനാണ് അയാളോട് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ പോയത്? അവൻ പറഞ്ഞു കേട്ടാ പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ഒരു പോലീസുകാരനെ ഞാൻ നിന്റെ സാരിത്തുമ്പിലാണെന്ന്. നിങ്ങളുടെ അമ്മ നാട്ടുകാരോട് പറയുന്നത് തന്നെയാണല്ലോ രവിയേട്ടനും പറയുന്നത്. അതിന് വിഷമിക്കാൻ എന്തിരിക്കുന്നു? രവിയേട്ടൻ എന്നെ കൊണ്ടൊന്ന് പറയണ്ട. ഇതും കൂടി ചേർത്ത് കുറെ ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 3 മാസത്തിനകം പലിശ ഉൾപ്പെടെ തന്നേക്കാൻ ജോസഫേട്ട. തന്നാൽ മതി. അല്ലട രവി, നീയും ആ പോലീസുകാരൻ മോഹനും തമ്മിൽ എന്തൊരു പ്രശ്നം? അവൻ്റെ ഭാര്യ സൗമ്യയെ അവൻ കെട്ടുന്നതിന് മുമ്പ് കുറച്ചുകാലം ഞാൻ പ്രേമിച്ചിരുന്നു. ആ കലി മനസ്സിൽ വെച്ചോണ്ടാ അവനിപ്പോൾ എന്നോട് ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുന്നതിന് മുമ്പ് അങ്ങനെ പലതും ഉണ്ടാവും. അത് മനസ്സിൽ വെച്ചോണ്ട് ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ? പക്ഷെ എനിക്ക് അവനോട് ഒരു പിണക്കമല്ല ജോസഫേട്ട. അവനിപ്പോഴും എൻ്റെ ആ പഴയ കൂട്ടുകാരൻ തന്നെയാണ്. എന്നാലും നീ ഒന്ന് സൂക്ഷിക്കണം. പണ്ടേ അവനൊരു കുരുട്ടുബുദ്ധിയുണ്ട്. കുരുട്ടുബുദ്ധിക്കാരൻ പോലീസുകാരനായുള്ള അവസ്ഥ പറയണ്ടല്ലോ. ജോമാനെ, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഫാൻ നന്നാക്കാൻ രവീന്ദ്രനാ വിട്ടത്. സാർ, ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആളില്ലെങ്കിൽ അവനെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുപ്പിക്കേണ്ടത്? മോഹന, ഫാൻ നന്നാക്കാനുണ്ടെന്ന് പറഞ്ഞു. ആവാ.
മോഹന ആ സ്വിച്ച് ഒന്നിട്. മോഹന കൈയൊന്ന് കഴുകാൻ. വാഷ് ബേസിന് പുറത്തുണ്ട്. മോഹന ഇനി നൈറ്റ് ഡ്യൂട്ടിയാ? സൗമ്യ ജോലിക്ക് പോയില്ലേ അല്ലേ? എന്നാ ഇത് വെടി. ഛേ, എന്താ മോഹന, നിന്റെ വീട്ടിൽ ജോലിക്ക് വന്നതിന് എനിക്ക് കൂലിയാ? എനിക്ക് ഒരുത്തന്റെ ഓശാര ആവശ്യമില്ല. നിർത്തറ വണ്ടി, നിർത്തറ. എങ്ങനാ വണ്ടി ഇത്? ആ ബാഗ് ഒന്ന് എനിക്ക് പരിശോധിക്കണം. ബാഗ് പരിശോധിക്കാൻ? നീ എന്തൊക്കെയാ മോഹനെ പറയണേ? ആ ബാഗ് ഇട്, പരിശോധിക്കട്ട്. ആ ബാഗ് ഇട്. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? എന്റെ വീട്ടിൽ പണിക്കുന്നവനാണ് ഇവൻ. മേശപ്പുറത്ത് ഊരി വെച്ചിരുന്ന 2.5 പൗണ്ട് മാല എടുത്ത് മുങ്ങാൻ നോക്കിയവൻ. എന്തൊക്കെ മോഹനായി പറയുന്നത്? നിന്റെ മാല ഞാൻ എടുത്തോണ്ട് പോണത്? ഇവൻ വെറുതെ കള്ളം പറയാണ്. നിന്റെ ബാഗ് ഇട്, പരിശോധിക്കട്ട്. ബാഗ് പരിശോധിക്കാൻ? നീ എന്തൊക്കെയാ മോഹനായി പറയണേ? നീ ആ വേഗം കൊണ്ട് കൊടുക്കും. മോഹനം പറയുന്നത് ശരിയാണോ? നോക്കട്ടെ. വാഹന, നീ മാല ഒരു വീട്ടിൽ എവിടെയെങ്കിലും മറന്നു വെച്ച് കാണും. നീ വെറുതെ ആൾക്കാരെ മാനം കിടത്തരുത്. വേറെ പണിയില്ല, മോഹനന്റെ കാര്യം. വല്ലാത്തൊരു സംഭവമായി പോയി. ഇപ്പോഴത്തെ കാലത്ത് ഒരാളെയും വിശ്വസിക്കരുതെന്ന് മനസ്സിലായി. നിന്റെ രവിയേട്ടന്റെ സ്വഭാവം ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. അവനല്ലതും പറയുമ്പോൾ നിനക്കാണല്ലോ വേദന ചൊല്ലുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയി. 2.5 പവന്റെ മാലയല്ലേ ഒരു പോക്കങ്ങ് പോയത്. സ്റ്റേഷനിൽ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിടിച്ചകത്തിട്ട് 4 പൊട്ടിയിൽ പൊട്ടിക്കുമ്പോൾ മാല എവിടെ ഉണ്ടെന്ന് അവൻ തത്ത പറയുന്ന പോലെ പറയും. എന്നോടാണോ അവന്റെ കളി? മാല എവിടെയെന്ന് അറിയാൻ അത്ര പാടുപെടെയൊന്നും വേണ്ട. മാല ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ ഇത് തന്നെയല്ലേ കാണാതായ നിങ്ങളുടെ സ്വർണ്ണമാല? ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? ഒന്നും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.
എങ്ങനെയൊക്കെ എന്നെ ചതിക്കാൻ നോക്കിയാലും നീ എന്റെ ആ പഴയ ചങ്ക കൂട്ടുകാരൻ തന്നെയാടാ. ആ, ഞാൻ മോഹന്റെ വീട്ടിൽ ഫാൻ നന്നാക്കാൻ വന്നത്. മോഹനെ കൊടുക്കണോ? ഞാൻ കൊടുക്കാം.